സാറേ, പുരി ജഗന്നാഥ ക്ഷേത്രത്തിൻ്റെ മാതൃകയിൽ ബംഗാളിൽ ഒരു ക്ഷേത്രം നിർമ്മിക്കാനൊരുങ്ങുന്നു. അതും ബംഗാൾ സർക്കാർ മുൻകൈയെടുത്ത്. BJPക്ക് അതിനോട് അഭിപ്രായ യോജിപ്പൊന്നും ഇല്ല. അപ്പോൾ ഇതൊരു വലിയ പ്രശ്നവും രാഷ്ട്രീയ മുതലെടുപ്പുമാണോ? ഇപ്പോൾ വലിയ രാഷ്ട്രീയം ആണ് കളിക്കുന്നത് മമത. കാരണം എന്താണെന്ന് വെച്ചാൽ ഹിന്ദുത്വ എന്ന് പറഞ്ഞത് പ്രത്യയശാസ്ത്രം അത് BJPയുടെ ആണല്ലോ. അതെ, അത് മുസ്ലിങ്ങൾ ഓൾറെഡി മമതയുടെ കയ്യിലുണ്ട്. അവർ എല്ലാ തിരഞ്ഞെടുപ്പും ജയിക്കുന്നുമുണ്ട്. അതോടൊപ്പം ഹിന്ദുത്വ BJPയിൽ നിന്ന് റാഞ്ചിയെടുക്കാനുള്ള ഒരു ശ്രമം. ഇത് BJPക്ക് വേണ്ട അല്ലേ, ഞങ്ങൾ എടുത്തോളാം, അതും ഞങ്ങൾ കളിച്ചോളാം എന്നുള്ള മട്ടിലാണ് അത്. ഇത് 90% ഈ പുരി ജഗന്നാഥ ക്ഷേത്രത്തിൻ്റെ മാതൃകയിലുള്ള ജഗന്നാഥ ക്ഷേത്രം പണി കഴിഞ്ഞു. ഇനി കുറച്ചേ ബാക്കിയുള്ളൂ. 2022 തുടങ്ങിയതാണ് ഇത്. ആശയം നേരത്തെ തന്നെ അവരുടെ മനസ്സിലുണ്ടായിരുന്നു. ഇതിൽ ഒരു സംഭവമുള്ളത് എന്താണെന്ന് വെച്ചാൽ സർക്കാരിൻ്റെ പണം 250 കോടി രൂപ ഉപയോഗിച്ചിട്ടാണ് ഇത് പണിയുന്നത്. സർക്കാരിൻ്റെ പണം ഈ മതസ്ഥാപനങ്ങൾക്ക് ഉപയോഗിക്കരുത് എന്നുള്ള വിമർശനമാണ് സുവേന്ദു അധികാരി, BJPയുടെ പ്രതിപക്ഷ നേതാവ് ഉയർത്തിയിരിക്കുന്നത്. കാരണം ക്ഷേത്രം പാടില്ല എന്ന് BJP പറഞ്ഞാൽ BJP കുഴപ്പത്തിലല്ലേ ആവുള്ളൂ. ആ പ്രശ്നമുണ്ട് അവിടെ. അപ്പോൾ ഇത് പൂർവ്വ മേദിനിപൂരിൽ ദിഘ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ക്ഷേത്രം വരുന്നത്. കടലിനോടൊക്കെ ചേർന്നിട്ടുള്ള തീരപ്രദേശത്താണ് ഇത്. സാഗര സരണി ആണ് എന്നൊക്കെ മമത കഴിഞ്ഞ ദിവസം പോയിരുന്നു. മമത കോസ്റ്റൽ ഏരിയ ആണത്. അപ്പോൾ അവർ കഴിഞ്ഞ ദിവസം റിവ്യൂവിന് പോയപ്പോൾ അവരുടെ കൂട്ടത്തിൽ അവർ ആ ഇസ്കോണിൻ്റെ നേതാവുണ്ടല്ലോ, ഇസ്കോണിൻ്റെ വൈസ് പ്രസിഡന്റ് ബംഗാളിലെ രാധാ രാമൻ ദാസ്, അദ്ദേഹമാണല്ലോ ഇപ്പോൾ ബംഗ്ലാദേശിലെ ഇസ്കോൺ മറ്റേ സന്യാസിയെ ആക്രമിച്ചു കഴിഞ്ഞപ്പോൾ ആഗോളതലത്തിൽ ഇതിൻ്റെ പ്രതികരണങ്ങളൊക്കെ നടത്തുന്നത് ഈ ബംഗാളിൽ നിന്ന് വൈസ് പ്രസിഡന്റ് രാധാരമൺ ദാസാണ്. അദ്ദേഹത്തിനെയും കൂട്ടിക്കൊണ്ടാണ് മമതാ ബാനർജി ഈ ദിഘ ജഗന്നാഥ ക്ഷേത്രത്തിൻ്റെ പണി എവിടം വരെ ആയി എന്നൊക്കെ അറിയാനായിട്ട് പോയത്. മാത്രമല്ല അദ്ദേഹത്തിന് ഒരു പോപ്പുലാരിറ്റി വന്നല്ലോ, ചാനലുകളിലൊക്കെ വന്നു. ആഗോളതലത്തിൽ അദ്ദേഹത്തിന് ഈ ട്രസ്റ്റ് ഉണ്ടല്ലോ, ക്ഷേത്ര ട്രസ്റ്റ്, അതിൻ്റെ ബോർഡിൽ അംഗമാക്കി. അങ്ങനെ അതും കൂടി ഇസ്കോണിനെ കൂടി ഇവരുടെ കൂട്ടത്തിലേക്ക് എടുത്തു. നല്ല രാഷ്ട്രീയം അറിയാം അവർക്ക്. ട്രസ്റ്റിയാക്കി. BJPയുടെ പ്രതിപക്ഷ നേതാവ് സുവേന്ദു അധികാരി എതിരായിട്ട് പറയുന്നത് ഇങ്ങനെ സർക്കാർ ഫണ്ട് ഉപയോഗിക്കുന്നത് ശരിയല്ല. ഈ സർക്കാർ ഫണ്ട് ഉപയോഗിക്കുന്നത് ശരിയല്ല എന്നുള്ളത് പണ്ട് സത്യത്തിൽ നെഹ്റു ഒക്കെ പറഞ്ഞുകൊണ്ടിരുന്നതാണല്ലോ. കാരണം സോമനാഥ ക്ഷേത്രം ഉദ്ധരിക്കണമെന്ന് സർദാർ പട്ടേലിന് ആഗ്രഹം ഉണ്ടായിരുന്നു. KM മുൻഷിക്ക് ആഗ്രഹമൊക്കെ ഉണ്ട്. അന്ന് നെഹ്റു പറഞ്ഞത് സെക്കുലർ അല്ല, അമ്പലത്തിൻ്റെ പരിപാടിക്കൊക്കെ നമ്മൾ പോകുന്നത്. അങ്ങനെ KM മുൻഷിക്ക് മറ്റേ നെഹ്റുവിൻ്റെ മന്ത്രിസഭയിൽ നിന്ന് രാജിവെച്ചു. എന്നിട്ട് അവിടെ ഒരു ട്രസ്റ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയിട്ട് ആ ജനങ്ങളിൽ നിന്നൊക്കെ പിരിച്ച് അമ്പലത്തിൻ്റെ പരിപാടികളൊക്കെ നടത്തുന്നൊക്കെയാണ് ഗാന്ധി ഉപദേശിച്ചത്. അതിന് സർക്കാർ പൈസയൊന്നും കൊടുത്തില്ല. ഇത് മൊത്തം സർക്കാരിൻ്റെ പൈസക്കാണ് ചെയ്യുന്നത്. അപ്പോൾ അത് ശരിയല്ല എന്ന് BJP പറഞ്ഞാലും BJP ബുദ്ധിമുട്ടിലാകാനേ സാധ്യതയുള്ളൂ. അപ്പോൾ സുവേന്ദു അധികാരി, ഇത് വേറൊരു പ്രശ്നം. ഈ പ്രതിപക്ഷ നേതാവ് സുവേന്ദു അധികാരിയുടെ കോട്ടയുണ്ടല്ലോ, സ്വന്തം സ്ഥലം, ജനിച്ച സ്ഥലം, അതാണ് പൂർവ്വ മേദിനിപൂര്. അവിടെയാണ് ഈ ക്ഷേത്രം വരുന്നത്. അപ്പോൾ എതിർത്താൽ ജയിച്ചു വരുന്നത് ചിലപ്പോൾ പ്രയാസമായി. അവിടെ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സുവേന്ദു അധികാരി മമതയെ 1956 വോട്ടിന് തോൽപ്പിച്ചിരുന്നു. സുവേന്ദു അധികാരിയുടെ ആപ്പീസ് പൊട്ടിക്കുക എന്ന് പറഞ്ഞിട്ടാണ് അവിടെ തന്നെ പോയി മമത നിന്നത്. മമത തോറ്റുപോയി 1956 വോട്ടിന്. ആ സ്ഥലത്താണ് ഈ ക്ഷേത്രം വരുന്നത്. ഇത് പണിയുന്നത് വെസ്റ്റ് ബംഗാൾ ഹൗസിംഗ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ആണ്, ഹിഡ്കോ എന്ന് പറയാം. അതായത് പശ്ചിമ ബംഗാളിലെ ഈ ഭവന അടിസ്ഥാന സൗകര്യ വികസന കോർപ്പറേഷൻ.
അതാണ് പണിയുന്നത്. പക്ഷേ ഈ പണിയുമ്പോൾ ക്ഷേത്രം പണിയാന്നുള്ള ആരോപണം ഒഴിവാക്കാനായിട്ട് ഈ പ്രോജക്റ്റിൻ്റെ പേര് ജഗന്നാഥ് ധാം സംസ്കൃതി കേന്ദ്രം, ക്ഷേത്രം എന്ന് പറയുന്നില്ല, സംസ്കൃതി കേന്ദ്രം, കൾച്ചറൽ സെൻറ്റർ എന്നുള്ള മട്ടിലാണ് ചെയ്യുന്നത്. BJP പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, സുവേന്ദു അധികാരി പറയുന്നത് ചതുർധാമുകളിൽ ഒന്നാണ് പുരി ജഗന്നാഥ ക്ഷേത്രം. അപ്പം ചതുർധാമിൽ ഒരെണ്ണത്തിനെ ഈ കോപ്പി ചെയ്ത് ഒരെണ്ണം ഉണ്ടാക്കുന്നത് ശരിയല്ല, സനാതന ധർമ്മത്തിന് വിരുദ്ധമാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അതൊന്നും ഏൽക്കുന്ന ആർഗ്യുമെൻ്റ് അല്ലത്. അങ്ങനെയാണ്. അപ്പോൾ മിനിഞ്ഞാന്നാണ് മമത ഈ ദിഘയിൽ പോയത്, ബുധനാഴ്ച റിവ്യൂ ചെയ്യാനായിട്ട്. അടുത്ത ഏപ്രിൽ 30 2025 ഏപ്രിൽ 30 അക്ഷയ തൃതീയ, അന്നാണ് ഇതിൻ്റെ ഉദ്ഘാടനം എന്ന് മമത പ്രഖ്യാപിച്ചു. അപ്പോൾ 2026 മാർച്ച് ഏപ്രിലാണ് പശ്ചിമ ബംഗാളിൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് വരാൻ പോകുന്നത്. അപ്പോൾ മറ്റേ അയോധ്യ ക്ഷേത്രം ഒരു ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുമ്പ് വന്നില്ലേ, അതെ എന്ന് പറയുന്ന പോലെ അടുത്ത ഇലക്ഷന് മുമ്പായിട്ട് അവിടുത്തെ തിരഞ്ഞെടുപ്പിന് മുമ്പ് ഈ ക്ഷേത്രം വരികയാണ്. അയോധ്യ മാതൃകയിലാണെങ്കിൽ ക്ഷേത്രം പണിതുകൊണ്ട് സീറ്റുകൾ കുറയേണ്ടതാണ്. അത് അങ്ങനെയാണോ എന്ന് നോക്കാം, മമതയ്ക്ക് സംഭവിക്കുന്നത് എങ്ങനെയാണോ എന്ന് നോക്കണം. അപ്പോൾ ഈ രാധാരമൺ ദാസിനെ കൂടെ കൊണ്ടുപോയി ചിന്മയ് കൃഷ്ണദാസ് എന്നെ അറസ്റ്റ് ചെയ്തല്ലോ, ബംഗ്ലാദേശിലെ സന്യാസി. അതിനെതിരെ ആഗോളമായി ചാനലുകൾക്ക് മുമ്പിലൊക്കെ സംസാരിച്ചുകൊണ്ടിരുന്ന ആളാണ് അദ്ദേഹം. അദ്ദേഹത്തിന് ഇപ്പോൾ എല്ലാവർക്കും പരിചയമുണ്ട്. ദിഘയിൽ ഈ ബുധനാഴ്ച പോയപ്പോൾ കേന്ദ്രത്തിനെതിരെ സാധാരണ പോലെ തന്നെ മമത സംസാരിച്ചിരുന്നു. ബംഗ്ലാദേശ് പ്രശ്നത്തിൽ കേന്ദ്രം മര്യാദയ്ക്ക് ഇടപെടുന്നില്ല, അവിടെ നിന്ന് ഉള്ള ഇന്ത്യക്കാരെയൊക്കെ മടക്കി കൊണ്ടുവരേണ്ടതാണ്, അതിന് കേന്ദ്രം മുൻകൈ എടുക്കേണ്ടതാണെന്നൊക്കെ പറഞ്ഞു. 250 കോടി രൂപ ഈ ക്ഷേത്രത്തിന് വേണ്ടി ഇതുവരെ ചിലവാക്കിയ കാര്യം പറഞ്ഞു. സുവേന്ദു അധികാരി പറയുന്നത് മമതയ്ക്ക് ഹിന്ദു സംഘടനകളായിട്ടൊന്നും ബന്ധമില്ല, പിന്നെ ഇവരിപ്പോൾ ഈ ഹിന്ദുവായിട്ട് ഭാവിക്കുന്നത് എന്തിനാണെന്നാണ് അധികാരി ചോദിക്കുന്നത്. ഈ അയോധ്യ വന്നപ്പോൾ അയോധ്യ ക്ഷേത്രം വന്നതുകൊണ്ട് മമത ഇങ്ങനൊരു രാഷ്ട്രീയ കളി കളിക്കുകയാണ് എന്നാണ് ആരോപണം. ഇവിടെയും ഒരു ക്ഷേത്രം വെച്ചിട്ടൊരു കളി, 4 ഡാമുകളിലൊന്ന് കോപ്പി ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇവർ പക്ഷേ ഇങ്ങനെ ചതുർധാമുകളിലൊന്നിനെ കോപ്പി ചെയ്യുന്നത് ഹിന്ദു വിശ്വാസത്തിനെ അട്ടിമറിക്കുന്നതാണ് എന്ന് സുവേന്ദു അധികാരി പറഞ്ഞ് നോക്കുന്നുണ്ട്. തൃണമൂൽ നേതാവ് കുനാൽ ഘോഷ് പറഞ്ഞു, ഈ ദിഘയിൽ ജഗന്നാഥിനെ തൊഴാൻ ആളുകൾ ചെന്ന് കഴിഞ്ഞാൽ, ഭക്തന്മാർ ചെന്ന് കഴിഞ്ഞാൽ അതിൽ BJPക്ക് എന്താ എന്ന് അദ്ദേഹം ചോദിച്ചു. കുനാൽ ഘോഷ് അമ്പലം മാത്രമല്ല, ഫർഫുറ ഷെറീഫ് മോസ്ക് അതും മമത വികസിപ്പിക്കുകയുണ്ടായി. വേണമെങ്കിൽ ക്രിസ്ത്യാനികൾക്ക് വേണ്ടിയും ചെയ്തു കൊടുക്കും. എല്ലാവരെയും ഒന്നായിട്ടാണ് മമത കാണുന്നത് എന്ന് കുനാൽ ഘോഷ് പറഞ്ഞു. മുർഷിദാബാദിൽ തൃണമൂൽ കോൺഗ്രസിൻ്റെ MLA ഹുമയൂൺ കബീർ പറഞ്ഞു, ഈ BJPയുടെ ബഹളം സഹിക്കവയ്യാതെ പറഞ്ഞു, ഞാൻ മുർഷിദാബാദിൽ ഒരു ബാബറി മസ്ജിദ് പണിയും എന്ന് പറഞ്ഞു. അപ്പോൾ BJP മുർഷിദാബാദ് പ്രസിഡന്റ് ശക്രാവ് സർക്കാർ പറഞ്ഞു, ഞങ്ങളിവിടെ ഒരു രാമക്ഷേത്രവും പണിയും മുർഷിദാബാദിൽ, അതിനുള്ള ഭൂമി, സ്ഥലം, പ്ലോട്ട് ഞാൻ പോയി കണ്ടിരുന്നു, 10 കോടി രൂപ ചിലവാക്കും, 2 വർഷം കൊണ്ട് അത് പണിയും എന്ന് അങ്ങേരും പറഞ്ഞു. അപ്പോൾ അമ്പലം പണിത് രാഷ്ട്രീയം കളിക്കുകയാണ് അവിടെ. അപ്പോൾ BJPയിൽ പക്ഷേ 2 അഭിപ്രായമുണ്ട്. ഇതിനെതിരെ നമ്മൾ നീങ്ങണ്ട എന്ന് പറയുന്ന ആളുകളും ഉണ്ട് ദിഘ. അപ്പം മമത കഴിഞ്ഞ ദിവസം പറഞ്ഞു, അവിടെ അടുത്ത ഏപ്രിൽ 30 ഇത് ഉദ്ഘാടനം ചെയ്യുമല്ലോ, അത് കഴിഞ്ഞ് ആദ്യത്തെ രഥയാത്രയിൽ ഞാൻ പങ്കെടുക്കും എന്ന് പറഞ്ഞു. 5 ലക്ഷം രൂപയുടെ ഒരു സ്വർണ്ണ ചൂല് അവർ ഈ ക്ഷേത്രത്തിന് സംഭാവന ചെയ്തതായിട്ട് റിപ്പോർട്ടുകൾ ഉണ്ട്. എന്തിനാണ് സ്വർണ്ണ ചൂല്?
മനസ്സിലാകുന്നില്ല. ഒരു വിഗ്രഹവും മാലയൊക്കെ കൊടുക്കുന്ന പോലെയാണോ ചൂട് കൊടുക്കുന്നതായിട്ട്. ഈ ബി ജെ പിക്കാരൊക്കെ വന്നു കഴിഞ്ഞാൽ തൂത്തുവാരാനോ അങ്ങനെ എന്തെങ്കിലും ഉദ്ദേശിച്ചിട്ടായിരിക്കും ഗോൾഡൻ ബ്രൂം എന്ന് കാണുന്നത്. ക്ഷേത്രം സമുദ്രസരണി, സമുദ്രതീരത്ത് 22 ഏക്കറുണ്ട് ക്ഷേത്രത്തിൻ്റെ മൊത്തം 22 ഏക്കർ എന്ന് പറഞ്ഞു വലിയ കഴിഞ്ഞാൽ ഭീമാകാരമായ സംഭവമാണത്. അപ്പോൾ കൃത്യമായ ആസൂത്രണത്തോടെയാണ് മമത നീങ്ങുന്നത് ചെയ്യുന്നത്. ആ പുരി ജഗന്നാഥ ക്ഷേത്രത്തിൻ്റെ അത്രയും തന്നെ പൊക്കത്തിലാണ്. ചീഫ് സെക്രട്ടറി ഈ നേതൃത്വം വഹിക്കുന്നൊരു ട്രസ്റ്റാണ് ഈ അമ്പലത്തിൻ്റേത്. 15-20 അംഗങ്ങൾ അതിലുണ്ടാവുമെന്ന് മമത പറഞ്ഞു. മമതയില്ല അതിൻ്റെ അകത്ത്. ഇസ്കോണിൽ നിന്ന് 5 പുരോഹിതരെ ഈ അമ്പലത്തിൽ പൂജ ചെയ്യാനൊക്കെ കാണും. സനാതൻ ട്രസ്റ്റിൽ നിന്ന് 4 പുരോഹിതരുണ്ടാവും. അപ്പോൾ വേറൊരു ഹിന്ദു ട്രസ്റ്റിനെയും കൂടി എടുത്തു, സനാതൻ ട്രസ്റ്റ്. 4 പ്രാദേശിക പൂജാരിമാരും. ഈ വക കാര്യങ്ങൾ മര്യാദയ്ക്കറിയാവുന്ന ആളുകളും വേണമല്ലോ പൂജ ചെയ്യാൻ. അപ്പോൾ അങ്ങനെ 4 പേരെ പ്രാദേശികമായിട്ടും എടുത്തിട്ടുണ്ട്. വിഗ്രഹം മരത്തിലാണ് ചെയ്യുന്നത്. ഒരു വലിയ മെയിൻ ഗേറ്റ് ഉണ്ടല്ലോ, വാതിൽ, പ്രധാനപ്പെട്ട വാതിൽ, അതിന് ചൈതന്യ ഗേറ്റ് എന്നാണ് പേര്. അതുകൊണ്ട് അമ്പലത്തിന് ചൈതന്യദ്വാർ ജഗന്നാഥ് ധാം എന്നായിരിക്കും പേര് എന്ന് മമത പറഞ്ഞിട്ടുണ്ട്. കൊടിയുണ്ടാവും. മറ്റേ പുരി ജഗന്നാഥ ക്ഷേത്രത്തിലും കൊടിയുണ്ട്. അതേ മാതൃകയിൽ തന്നെയാണല്ലേ? അത് കാവ്യായിരിക്കുമോ വേറെ എന്തെങ്കിലും ആയിരിക്കുമോ എന്ന് മമത പറഞ്ഞിട്ടില്ല. അത് പച്ചയായിരിക്കുമോ എന്ന് പറഞ്ഞിട്ടില്ല. പുരിയിൽ നിന്ന് രാജേഷ് ദൈത്യപതി എന്ന് പറഞ്ഞൊരാളെ ഈ വിഗ്രഹത്തിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ ചുമതലപ്പെടുത്തി വരുന്നേ ഉള്ളൂ അദ്ദേഹം. 2022 മെയ്യിൽ തുടങ്ങി. ഈ പുരി ക്ഷേത്രത്തിൽ ജഗന്നാഥൻ, സുഭദ്ര, ബലരാമൻ ഈ വിഗ്രഹങ്ങളാണുള്ളത്. ഇവിടെ ഈ 3 വിഗ്രഹങ്ങൾക്കും പുറമെ വിമല കൂടെ ഉണ്ടാവും, ലക്ഷ്മി കൂടെ ഉണ്ടാവും എന്നും മമത പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മമത ശരിക്കും ഒരു സനാതനധർമ്മ പാതയിലാണ്. അപ്പോൾ BJP ശരിക്കും പ്രതിരോധത്തിൽ നിർത്തിക്കൊണ്ടുള്ള കളിയാണെന്ന് പറയാം. അങ്ങനത്തെ കളിയാണിത്. കാരണം ക്ഷേത്രത്തിനെതിരെ എന്തിന് BJP സർക്കാർ ചെലവിൽ എന്തിന് എന്നൊക്കെ ചോദിക്കുമല്ലോ. ഇതൊരു സാംസ്കൃതിക കേന്ദ്രമാണ് എന്ന് പറയത്തക്ക വിധത്തിൽ അവർ ബുദ്ധിപരമായിട്ട് കൈകാര്യം ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ BJP പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണല്ലോ ഹിന്ദുത്വ. ആ വികാരം വിശ്വാസികൾ, ഹിന്ദു മതവിശ്വാസികൾ അവരെ കൂടി കയ്യിലെടുക്കുകയാണ്. അതിനെ തുടർന്ന് വേറെ ക്ഷേത്രം, വേറെ മസ്ജിദ്, ബാബറി മസ്ജിദ് മാതൃകയിൽ ഒരെണ്ണം അവിടെ വരും എന്ന് മുർഷിദാബാദ് TMC MLAയും പറഞ്ഞിരിക്കുന്നു. അങ്ങനെ മതം വച്ചിട്ടുള്ളൊരു കളി. അങ്ങനെയാണ് ബംഗാൾ രാഷ്ട്രീയം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.